പാർട്ടി കാലാകാലങ്ങളിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം നിറഞ്ഞ സത്യസന്ധതയോടും ത്യാഗമനോഭാവത്തോടും കൂടി നിർവഹിക്കുക എന്ന രാഷ്ട്രീയ ദൗത്യം കഴിഞ്ഞ 48 വർഷക്കാലം കൃത്യമായിട്ട് നിർവഹിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ പക്ഷം. ഇവിടെ നടന്ന മഹാസമരങ്ങളുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയില്ല. നിങ്ങൾ പലരും വന്ന് 75-ൽ ജനിച്ചവർ ഈ കൂട്ടത്തിൽ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കാൻ ജനിച്ച ഒരു കുഞ്ഞും നിങ്ങൾ ഈ കൂട്ടത്തിലില്ല. അത് കഴിഞ്ഞ് 80-ന് ശേഷം വന്നവരായിരിക്കും നിങ്ങൾ എല്ലാവരും. ഞാൻ ഇവിടെ നടത്തിയ നിങ്ങൾക്കറിയോ, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 32 മണിക്കൂർ നീണ്ടു നിന്ന ഐതിഹാസിക സമരം നടത്തി. ആ സമരത്തിന് സഖാവ് പിണറായി വിജയനോടൊപ്പം അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ആളാണ്. 1.5 ലക്ഷം വളണ്ടിയർമാർ സെക്രട്ടേറിയറ്റ് വളഞ്ഞു വെച്ച എന്തും സംഭവിക്കുമായിരുന്ന ഒരു വലിയ നിർണായക സമരം. ആ സമരത്തിന് നേതൃത്വം കൊടുത്തതും ആ സമരത്തിൻ്റെ സംഘാടനവും എനിക്ക് തന്നെയായിരുന്നു. ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനം എനിക്ക് വേണം, എന്നെ MLA ആക്കണം, എന്നെ നിങ്ങൾ മന്ത്രിയാക്കണം, എന്നെ പാർട്ടിയുടെ ഇന്ന പൊസിഷനിലേക്ക് കൊണ്ടുവരണം എന്നൊന്നും പറഞ്ഞ് നടക്കുന്ന ഒരാളോ അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളോ അല്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. പാർട്ടി ഏൽപ്പിക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുക. സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന് പറയുന്നത് വലിയൊരു സ്ഥാനമാണ് എൻ്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അത് വളരെ ഫലപ്രദമായിട്ട് നിർവഹിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, തിരുവനന്തപുരത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ എൻ്റെ സാന്നിധ്യം എങ്ങനെയാണെന്ന് മാധ്യമപ്രവർത്തകരായിട്ടുള്ള നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? ആ വിജയത്തിൻ്റെ പിന്നിലെല്ലാം എൻ്റെ ഒരു പ്രവർത്തനം നിങ്ങൾ കാണുന്നില്ലേ? അതെല്ലാം എൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം എന്നുള്ള നിലയിലാണ് അതെല്ലാം തന്നെ ഞാൻ നിർവഹിച്ചു പോരുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്യുന്നത് എന്താ? CPM-നെ ആക്രമിക്കണം, CPM-നെ ഇല്ലാതാക്കണം. കടകംപള്ളി കൂടെ അതിനൊരു കരുവാക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ നോക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെ നിരയിൽ ദയവ് ചെയ്ത് എന്നെ ചേർത്ത് നിർത്താൻ ശ്രമിക്കരുത്. എനിക്കതിൽ താല്പര്യമില്ല. ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. നിങ്ങൾ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കലഹിച്ച് നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പിണങ്ങി പോവുകയോ ഒരു നിമിഷം അതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ഒരാളേ അല്ല ഞാൻ. കിട്ടിയതെല്ലാം വളരെ വലുതാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാനൊരു പാവപ്പെട്ട സാധാരണ തൊഴിലാളി കുടുംബത്തിൽ ഫാക്ടറി തൊഴിലാളിയുടെ മകനായിട്ട് ജനിച്ചവനാണ്. അങ്ങനെയുള്ള ഞാൻ ഈ സംസ്ഥാനത്തിൻ്റെ 3 പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിട്ട് മാറി. 5 വർഷക്കാലം ആ വകുപ്പുകളെല്ലാം സാമാന്യം നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ബോധ്യം എന്ന് പറയുന്നത്. അക്കാലത്ത് സഹകരണ വകുപ്പായിരുന്നാലും ടൂറിസം വകുപ്പായിരുന്നാലും അതുപോലെ തന്നെ ദേവസ്വത്തിൻ്റെ കാര്യത്തിലായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ദേവസ്വത്തെ സംബന്ധിച്ച് ഏറ്റവും സങ്കീർണമായിട്ടുള്ളൊരു കാലമായിരുന്നു അത്. ഞാൻ ആ വകുപ്പ് ചെയ്ത കാലം എന്ന് പറയുന്നത് സുപ്രീം കോടതി വിധിയെ തുടർന്ന് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി ഉയർന്നു വന്ന കലാപങ്ങളെയും പ്രശ്നങ്ങളെയും നേരിടുക എന്ന ആ സങ്കീർണതയെ അതിജീവിക്കാൻ എനിക്ക് സാധിച്ചു, വലിയ അപകടമില്ലാതെ തന്നെ. അങ്ങനെയൊക്കെ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. ആരോടെങ്കിലും ചോദിച്ചിട്ട് എനിക്ക് എന്നെ മന്ത്രിയാക്കണമെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ എന്നെ മന്ത്രിയാക്കി ആ കമ്മിറ്റി തന്നെ പറഞ്ഞു എന്നെ മന്ത്രിയാക്കുമെന്ന് ഞാൻ കരുതിയതല്ല, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പാർട്ടിയാണ് നിശ്ചയമായിട്ടും ഒരാളെ ഏതു സ്ഥാനത്താണ് അയാൾ പ്രവർത്തിക്കേണ്ടത്. അയാൾ മന്ത്രിയായിട്ട് പ്രവർത്തിക്കണോ, MLA ആയിട്ട് പ്രവർത്തിക്കണോ, സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിക്കണോ, ട്രേഡ് യൂണിയൻ നേതാവായിട്ട് പ്രവർത്തിക്കണോ, അല്ലെങ്കിൽ യുവജന രംഗത്ത് പ്രവർത്തിക്കണമോ, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. ആ തീരുമാനം അത് തികഞ്ഞ അച്ചടക്കത്തോടുകൂടി നിർവഹിക്കാൻ 48 വർഷക്കാലത്തെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും ശ്രമിക്കുക. എന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന അജണ്ടയിൽ കൂട്ടിക്കെട്ടാനായിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ ശ്രമിക്കരുത്. എനിക്ക് യാതൊരു തരത്തിലുള്ള ഇച്ഛാഭംഗവും അല്ലെങ്കിൽ എൻ്റെ സെക്രട്ടേറിയറ്റ് എടുത്തില്ല എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു ശതമാനം അതിൻ്റെ ഒരു ലക്ഷത്തിലൊരു അംശം ഇച്ഛാഭംഗമോ പ്രയാസമോ ഒന്നും എനിക്കുള്ളതല്ല. നിങ്ങൾ ഇപ്പോൾ ഇതൊക്കെ പിടിച്ച് നിൽക്കുന്ന നിങ്ങൾ പുതിയ ആളുകളാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ എന്നെ മനസ്സിലാക്കാതെ ചെയ്യുന്ന കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചെയ്യരുതെന്നാണ് എൻ്റെ അപേക്ഷ.